സുപ്രീം കോടതി ജഡ്ജി നിയമനത്തിലെ കൊളീജിയം തീരുമാനങ്ങൾ സുതാര്യമല്ലേ? അത്തരമൊരു ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലെ കൊളീജിയം ശുപാർശയും സുപ്രീം കോടതിയിലെ നിയമനങ്ങളും. ഇന്ന് ചുമതലയേറ്റെടുത്ത ജസ്റ്റിസ് വിപുൽ എം പഞ്ചോളിയുടെ നിയമന ശുപാർശയിന്മേൽ കൊളീജിയത്തിലെ ഏക വനിതാ അംഗം ജസ്റ്റിസ് ബി നാഗരത്ന കടുത്ത വിയോജിപ്പാണ് രേഖപ്പെടുത്തിയിരുന്നത്. ജസ്റ്റിസ് നാഗരത്ന ആവശ്യപ്പെട്ടിട്ടും അവരുടെ വിയോജനക്കുറിപ്പ് ഇതുവരെയും സുപ്രീം കോടതി പരസ്യമാക്കിയിട്ടുമില്ല. RDX റാപ്പ് കാണാം ആദ്യം. സീനിയോറിറ്റി, ഗുജറാത്ത് പ്രാതിനിധ്യം തുടങ്ങിയ വിവാദങ്ങൾക്കിടെ ജസ്റ്റിസ് വിപുൽ എം പഞ്ചോളി സുപ്രീം കോടതി ജസ്റ്റിസായി ചുമതലയേറ്റു. ജസ്റ്റിസ് വിപുൽ പഞ്ചോളിക്കൊപ്പം ജസ്റ്റിസ് അലോക് ആരാധെ കൂടി സ്ഥാനമേറ്റതോടെ സുപ്രീം കോടതി ജഡ്ജിമാരുടെ പൂർണ്ണ അംഗബലമായ 34-ലെത്തി. സീനിയോറിറ്റി പട്ടികയിൽ ജസ്റ്റിസ് അലോക് 5-മതായിരുന്നുവെങ്കിൽ ജസ്റ്റിസ് പഞ്ചോളി 57-മതായിരുന്നു. ജസ്റ്റിസ് വിപുൽ എം പഞ്ചോളിയെ സുപ്രീം കോടതി ജസ്റ്റിസായി ശുപാർശ ചെയ്യുന്നതിനെതിരെ കൊളീജിയത്തിൽ വലിയ വിയോജിപ്പാണ് ഏക വനിതാ അംഗമായ ജസ്റ്റിസ് ബി നാഗരത്ന രേഖപ്പെടുത്തിയത്. എന്നാൽ ചീഫ് ജസ്റ്റിസ് BR ഗവായ് അടക്കമുള്ളവർ പിന്തുണച്ചതോടെ 4-1 നിയമന ശുപാർശ അംഗീകരിക്കപ്പെട്ടു. സീനിയോറിറ്റി ലിസ്റ്റിൽ മുന്നിലായിരുന്ന വനിതാ ജസ്റ്റിസുമാരായ സുനിത അഗർവാൾ, രേവതി മോഹിതെ ഡേറെ, ലിസ ഗിൽ എന്നിവരെ പരിഗണിക്കാതിരുന്നതും ജസ്റ്റിസ് നാഗരത്നയുടെ വിയോജിപ്പിന് കാരണമായതാണ് റിപ്പോർട്ടുകൾ. രൂക്ഷ വിമർശനങ്ങളോടെയുള്ള ജസ്റ്റിസ് BV നാഗരത്നയുടെ വിയോജനക്കുറിപ്പ് ഇതുവരെയും സുപ്രീം കോടതി പരസ്യപ്പെടുത്തിയിട്ടില്ല. വിയോജനക്കുറിപ്പ് പരസ്യമാക്കണമെന്ന ജസ്റ്റിസ് നാഗരത്നയുടെ ആവശ്യം അംഗീകരിക്കാത്തതിനെതിരെ സുപ്രീം കോടതി മുൻ ജഡ്ജിമാരിൽ നിന്നും മുതിർന്ന അഭിഭാഷകരിൽ നിന്നുമെല്ലാം പ്രതിഷേധമുയരുകയാണ്. RDX റാപ്പ് ന്യൂസ് മലയാളം. ഡാറ്റ ഷീറ്റിൽ പരിശോധിക്കുക. മറ്റു കാര്യങ്ങൾ. വിവാദമായ കൊളീജിയം ശുപാർശ ഇതാണ്. ജസ്റ്റിസ് വിപുൽ എം പഞ്ചോളിയെ സുപ്രീം കോടതിയിലേക്ക് നിയമിച്ച ശുപാർശയാണ് പ്രധാനമായിട്ടും വിവാദമായത്. പട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായിരുന്ന പഞ്ചോളി അഹമ്മദാബാദ് സ്വദേശിയാണ്. ഗുജറാത്ത് ഹൈക്കോടതിയിലെ മുൻ ജഡ്ജിയാണ് എന്ന് നമ്മൾ കാണുന്നു. കൊളീജിയത്തിലെ ഏക വനിതാ അംഗം ജസ്റ്റിസ് BV നാഗരത്ന കടുത്ത വിയോജിപ്പ് ഈ കാര്യത്തിൽ രേഖപ്പെടുത്തി എന്നതാണ് അറിയുന്നത്. ചീഫ് ജസ്റ്റിസിനൊപ്പം ജസ്റ്റിസുമാരായ സീനിയോറിറ്റിയെ ബാധിക്കുമെന്നും യോഗ്യരായവരെ ഒഴിവാക്കിയതും ജസ്റ്റിസ് നാഗരത്ന ചൂണ്ടിക്കാട്ടി എന്നത് നമ്മൾ കാണുന്നു. ഇതാണ് വിയോജിപ്പിന് കാരണമായത്. ഗുജറാത്തിൽ നിന്നുള്ള പ്രാതിനിധ്യാനുവാദം ലംഘിക്കപ്പെട്ടതും ചൂണ്ടിക്കാട്ടി എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. പരസ്യമായിട്ടില്ല അത്. ഗുജറാത്ത് ഹൈക്കോടതിയിൽ നിന്ന് ജസ്റ്റിസ് MV അൻജാരിയെ സുപ്രീം കോടതിയിൽ നിയമിതരായിട്ട് 3 മാസം മാത്രമാണ് ആയത് എന്ന് നമ്മൾ അറിയുന്നുണ്ട്. ജസ്റ്റിസ് പർദിവാലയും ഗുജറാത്ത് പ്രതിനിധിയാണ്. 3-മതൊരാളെ കൂടി നിയമിക്കുന്നതിൽ നാഗരത്ന വിയോഗിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. സീനിയോറിറ്റി ലിസ്റ്റിൽ ജസ്റ്റിസ് വിപുൽ പഞ്ചോളിയുടെ സ്ഥാനം 57-മതാണ്. 57-മത് മാത്രമാണ്. ജസ്റ്റിസ് പഞ്ചോളിക്കൊപ്പം നിയമിക്കപ്പെട്ട ജസ്റ്റിസ് അലോക് ആരാധെ സീനിയോറിറ്റിയിൽ 5-മതാണ് എന്ന് നമ്മൾ കാണുന്നു. 2031 മുതൽ 33 വരെ ജസ്റ്റിസ് പഞ്ചോളി ചീഫ് ജസ്റ്റിസ് ആകാൻ വരെ സാധ്യതയുണ്ട് എന്ന് ഇക്കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഗുജറാത്ത് പ്രതിനിധി ജസ്റ്റിസ് JB പർദിവാല അതിനു മുമ്പ് ചീഫ് ജസ്റ്റിസ് ആകും എന്ന് നമ്മൾ കാണുന്നുണ്ട്. പഞ്ചോളിയെ പട്നയിലേക്ക് മാറ്റിയത് സുപ്രീം കോടതി നിയമനത്തിലുള്ള നീക്കം എന്ന് ആരോപണം ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞു. ഇതെല്ലാം ആസൂത്രിത നീക്കങ്ങളാണോ എന്നാണ് ചർച്ച. മുമ്പും പഞ്ചോളിയുടെ പേര് കൊളീജിയത്തിന് മുന്നിലെത്തിയിരുന്നു. നാഗരത്നയും മറ്റൊരംഗവും എതിർക്കുകയായിരുന്നു എന്ന് നമ്മൾ അറിയുന്നു. പഞ്ചോളിയെ പട്നയിലേക്ക് മാറ്റിയ യോഗത്തിൻ്റെ മിനിറ്റ്സും ജസ്റ്റിസ് നാഗരത്ന എടുപ്പിച്ചു എന്ന് നമ്മൾ അറിയുന്നുണ്ട്. വിയോജനക്കുറിപ്പ് പരസ്യമാക്കണമെന്ന് നാഗരത്ന ആവശ്യപ്പെട്ടു, പക്ഷേ പുറത്തുവിട്ടിട്ടില്ല. കൊളീജിയം തീരുമാനത്തെ രൂക്ഷമായി ചോദ്യം ചെയ്താണ് മുതിർന്ന അഭിഭാഷക ഇന്ദിര ജയ്സിംഗ് വന്നത്. എന്തുകൊണ്ട് വനിതകളെ അവഗണിച്ചു? ഇക്കാര്യത്തിൽ വനിതകൾ ഒരാൾ പോലും ഇല്ലാത്തതുകൊണ്ട് സീനിയറായ 3 വനിതാ ജഡ്ജിമാരെ പരിഗണിക്കാതെ വിട്ടു എന്നവർ ചൂണ്ടിക്കാണിച്ചു. 2021 നിയമനങ്ങൾക്ക് ശേഷം ഒരു വനിതയെ പോലും സുപ്രീം കോടതിയിൽ നിയമിച്ചിട്ടില്ല എന്ന കാര്യം ഇന്ദിര ജയ്സിംഗ് ചൂണ്ടിക്കാണിക്കുന്നു. ഗുജറാത്തി ഹൈക്കോടതിയിൽ നിന്നുള്ള ജഡ്ജിമാരുടെ പ്രാതിനിധ്യാനുപാതവും ലംഘിക്കപ്പെട്ടു എന്ന് കാണുന്നു. ഇതിനകത്തില്ലാത്തൊരു കാര്യം, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ അടുത്ത ബന്ധുവിനെ ബോംബെ ഹൈക്കോടതിയിലേക്ക് നിയമിച്ച കാര്യവും കൂടെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഡോക്ടർ മോഹൻ ഗോപാലിനെ പോലെയുള്ളവരുടെ പ്രഭാഷണമൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുള്ളതുകൊണ്ട് ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. അതായത് ഈ ഒലിഗാർക്കി എന്നത്, അതുപോലെ ഈ പറയുന്ന സാമുദായിക താല്പര്യങ്ങൾ എന്നതും ജുഡീഷ്യറിയിൽ വളരെ കൃത്യമായി പ്രകടമായി ഉണ്ട് ഇന്ത്യൻ ജുഡീഷ്യറിയിൽ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ നിലയ്ക്ക് നമ്മളുടെ ജുഡീഷ്യറി ഇപ്പോഴും നമ്മളുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ മറ്റെല്ലാ വിഭാഗങ്ങളും മറ്റെല്ലാ സംവിധാനങ്ങളും വളർന്ന മട്ടിൽ വളർന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ജനാധിപത്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ, പൊളിറ്റിക്സിൽ, ജനാധിപത്യത്തിലെ മറ്റ് സംവിധാനങ്ങളിലെല്ലാം ഉള്ള പ്രാതിനിധ്യം എന്നത് ജുഡീഷ്യറിയിൽ ഉണ്ടായിട്ടില്ല. നമ്മുടെ ജുഡീഷ്യറി, അതായത് നമ്മുടെ ഭരണഘടന ഗംഭീരമാണ്. ആ ഭരണഘടനയുടെ സംരക്ഷകരാണല്ലോ ജുഡീഷ്യറി. അത് വെച്ച് കാര്യങ്ങളെ വിശദീകരിക്കുകയാണല്ലോ ജുഡീഷ്യറി ചെയ്യേണ്ടത്. ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭരണഘടനാപരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഉറപ്പ് ഉണ്ടാവേണ്ടത് റെപ്രസെൻറ്റേഷനിലാണ്. ആ റെപ്രസെൻറ്റേഷൻ എന്ന കാര്യത്തിൽ കോടതി ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. സനീഷ, ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയിൽ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 3 മുതൽ 6% വരെയാണ് ബ്രാഹ്മണ രായിട്ടുള്ള ആളുകളുള്ളത്. സവർണ
പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് 20% വരെ, 15 മുതൽ 20% വരെ, രണ്ടും കൂടെ ചേർത്താൽ 25% താഴെയാണ്. പക്ഷേ ഇന്ത്യൻ ഹൈക്കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണത്തിൽ 79%, അതായത് ഏതാണ്ട് 20% മേൽ നിൽക്കുന്ന സവർണ വിഭാഗങ്ങളിൽ നിന്ന് മാത്രം 79% ജഡ്ജിമാരും ഉണ്ടാകുന്നു എന്നുള്ളത് എത്ര വിചിത്രമായ ഒരു അവസ്ഥയാണ്. നാട്ടിൽ കാൽഭാഗമുള്ള ആളുകളാണ് 3/4 ജുഡീഷ്യറി ഉണ്ടാകുന്നത്. അത് അവരാണ് ഈ നിയമത്തെ വ്യാഖ്യാനിക്കുന്നത്. ഈ ഒരു ദളിതൻ്റെയോ ഒരു OBCയുടെയോ അല്ലെങ്കിൽ ഒരു മുസ്ലിമിൻ്റെയോ സ്ത്രീയുടെയോ അതുകൂടി പറയണമല്ലോ, ഇവരുടെ എല്ലാം പ്രശ്നങ്ങളെ വ്യാഖ്യാനിക്കുന്നത് ഇവരാണ് എന്നുള്ളത് സങ്കടകരമാണ്. 14% മുസ്ലിങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ജഡ്ജിമാരുടെ പെർസെൻറ്റേജ് എത്രയാണെന്ന് അറിയോ? 2.6%. സ്ത്രീകൾ 9%, അതായത് പകുതിയോളം വരുന്ന സ്ത്രീകളെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെറും 9% മാത്രമാണ് ജഡ്ജിമാരിൽ എന്നുള്ളതാണ് ഇന്ത്യയിലെ അവസ്ഥ. ഇത് പറയാനാണെങ്കിൽ വളരെ ദീർഘമായി പറയാനാണ് സമയമില്ലാത്ത നമുക്ക് നിർത്താൻ പറ്റില്ല. ഒറ്റ കാര്യം കൂട്ടിച്ചേർക്കട്ടെ ഹർഷ, അതായത് ഈ നമ്മുടെ പ്രാതിനിധ്യ പ്രശ്നമൊക്കെ നമ്മുടെ ജുഡീഷ്യറിയുടെ തുടക്കകാലം മുതലേ ഉണ്ടായിരുന്നു. പക്ഷേ അക്കാലങ്ങളിൽ ജഡ്ജിമാർക്ക് ഭരണഘടനയോട് ബഹുമാനം കലർന്നൊരു ആദരവും ഒരു അലീജിയൻസ് ഉണ്ടായിരുന്നു. ഭരണഘടന പരമപ്രധാനമാണെന്ന തോന്നലുള്ള വ്യക്തികളായിരുന്നു ആ തലപ്പത്ത് കൂടുതൽ പേര് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പക്ഷേ മതപരമായിട്ടുള്ള ആലോചനകൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ആലോചനകൾക്ക് ആധമർണ്യം കൊടുക്കുന്ന അതിന് വഴങ്ങുന്ന ആളുകളായിട്ട് മാറി. ഈ നാഗരത്നയുടെ വിയോജനക്കുറിപ്പ് പുറത്തു വിടുന്നില്ല എന്ന് പറഞ്ഞില്ലേ, എല്ലാ കാര്യത്തിലും ഇങ്ങനെയാണ്. ഇത്തരം കാര്യങ്ങൾ ഇവർ ഒരു തരത്തിലും പുറത്തു കാണിക്കില്ല, സുതാര്യമല്ല എന്നുള്ളതാണ്. OBC 40% മേലുണ്ട് ജനസംഖ്യ, വെറും 11% ഉള്ളൂ ജഡ്ജിമാരിൽ OBC. ശരി, കൊളീജിയം ശുപാർശയിലെ ജസ്റ്റിസ് BB നാഗരത്നയുടെ വിയോജിപ്പ് എന്തുകൊണ്ട് പരസ്യമാക്കുന്നില്ല എന്നതാണ് ഉയരുന്ന ചോദ്യം. എന്തായിരുന്നു ആ വിയോജിപ്പ് എന്ന് അറിയാനുള്ള അവകാശം രാജ്യത്തിനുണ്ടെന്ന് സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജിമാരുൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനോട് ചേർത്ത് വായിക്കണം കൊളീജിയത്തിലെ മുൻ അംഗം ജസ്റ്റിസ് മദൻ B ലോക്കൂറിൻ്റെ വെളിപ്പെടുത്തൽ. ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് S മുരളീധരനെ സ്ഥലം മാറ്റാൻ കേന്ദ്രം കൊളീജിയത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നതായാണ് അദ്ദേഹം ഒരു പുസ്തകത്തിലെ ലേഖനത്തിൽ അദ്ദേഹം എഴുതിയത്. വിരമിച്ച ന്യായാധിപർ പോലും ഇவ்விധം പറയുമ്പോൾ സാധാരണക്കാരായ നമ്മുടെ സംശയങ്ങൾക്കും ജനാധിപത്യത്തിൽ ഒരു സ്ഥാനമുണ്ട്. ജുഡീഷ്യറി ആ സ്വാഭാവിക സംശയത്തെ അഭിമുഖീകരിച്ച് സ്വയം സുതാര്യമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.